പണ്ട് ദൂരെയുള്ള ഒരു രാജ്യത്ത് സുന്ദരിയും ദയാലുവുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ സ്നേഹത്തോടെ സിൻഡറെല്ല എന്ന് വിളിച്ചു. പക്ഷേ അവളുടെ അമ്മ മരിച്ചുപോയതിനുശേഷം അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. പുതിയ അമ്മയ്ക്കും അവരുടെ 2 മക്കൾക്കും സിൻഡ്രല്ലയെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. സിൻഡ്രല്ല, വേഗം പോയി തറത്തുടയ്ക്ക്, എന്നിട്ട് വേണം തുണി അലക്കാൻ. ശരി അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. അങ്ങനെ തന്നെ നന്നായി തുടക്കി വേലക്കാരി സിൻഡറെല്ല. പാവം സിൻഡ്രല്ല രാവിലെ മുതൽ രാത്രി വരെ വീട്ടുജോലികൾ ചെയ്യും. അവളുടെ രണ്ടാനമ്മയും അവരുടെ 2 പെൺമക്കളും വേലക്കാരിയെ പോലെയായിരുന്നു സിൻഡ്രല്ലയെ കണ്ടിരുന്നത്. ജോലികൾ ചെയ്ത് അവളുടെ ഡ്രസ്സുകളെല്ലാം പഴകിയതായി മാറി. എങ്കിലും അവൾ ആരോടും പരാതി പറഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. നമ്മുടെ രാജകുമാരൻ വധുവിനെ തിരഞ്ഞെടുക്കാനായി രാജ്യത്തെ എല്ലാ പെൺകുട്ടികൾക്കുമായി ഒരു വലിയ നൃത്തവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിനായി എല്ലാവരും തന്നെ എത്തിച്ചേരതാണ്. ഈ അറിയിപ്പ് അറിഞ്ഞ സിൻഡ്രല്ലയുടെ അമ്മയും 2 സഹോദരിമാരും വളരെയേറെ സന്തോഷത്തിലായി. ഏറ്റവും സുന്ദരി രാജകുമാരൻ എന്നെ തന്നെ വിവാഹം കഴിക്കും. ഒരിക്കലുമില്ല, ഞാനായിരിക്കും രാജകുമാരന്റെ മനസ്സ് കീഴ്പ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളിൽ ഒരാളെ ആയിരിക്കും രാജകുമാരൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ നൃത്ത പരിപാടി തുടങ്ങാൻ സമയമായി. അവർ കൊട്ടാരത്തിലേക്ക് പോകുവാൻ നല്ല വസ്ത്രം അണിഞ്ഞു ഒരുങ്ങി നിന്നു. എന്റെ 2 മക്കളെയും കാണാൻ എന്തു ഭംഗിയാണ്. അമ്മേ, എനിക്കും വരാൻ ആഗ്രഹമുണ്ട്. ഞാനും വരട്ടെ? നിനക്ക് നല്ല വസ്ത്രം പോലുമില്ല, നീ വരണ്ട. നീ ഞങ്ങൾ വരുന്നതിന് മുൻപ് വീട്ടിലെ ജോലികളെല്ലാം തീർത്തുവെക്ക. അവർ അവളെ തനിച്ചാക്കി കൊട്ടാരത്തിലേക്ക് പോയി. പാവം സിൻഡ്രല്ല കരഞ്ഞുകൊണ്ട് തോട്ടത്തിൽ ഇരുന്നു. പെട്ടെന്നാണ് അവിടെ ഒരു പ്രകാശം പരന്നത്. ഒരു ദേവത മുത്തശ്ശി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മോളെ, നിന്റെ നന്മ എനിക്കറിയാം. നീ വിരുന്നിന് പോകുവാൻ ഞാൻ സഹായിക്കും. ദേവത മുത്തശ്ശി തന്റെ മാന്ത്രിക വടി വീശി. അവിടെ ഉണ്ടായിരുന്ന മത്തങ്ങയും എലികളും കിളിയും കുതിരകളായും രഥമായും അത് ഓടിക്കുന്ന വ്യക്തിയായും മാറി. അതിനുശേഷം മുത്തശ്ശി സിൻഡ്രല്ലയുടെ നേരെ മന്ത്രം ചൊല്ലി. ഉടനെ സിൻഡ്രല്ലയുടെ കീറിപ്പറഞ്ഞ വസ്ത്രം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വസ്ത്രമായി മാറി. അവളുടെ കാലുകളിൽ അതിമനോഹരമായ കണ്ണാടി ചെരുപ്പുകളും മാലയും മുത്തശ്ശി നൽകി. ഒരു കാര്യം മറക്കരുത് മോളെ, അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ ഈ മാന്ത്രികതയെല്ലാം അവസാനിക്കും. അതിനു മുൻപ് തന്നെ ഞാൻ തിരിച്ചു വരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് സിൻഡ്രല്ല കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരത്തിൽ എത്തിയ സിൻഡ്രല്ലയെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. രാജകുമാരൻ സിൻഡ്രല്ലയുടെ അടുത്തു വന്നു ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്താലോ? തീർച്ചയായും. നൃത്തം ചെയ്ത് സമയം പോകുന്നത് സിൻഡ്രല്ല അറിഞ്ഞില്ല. പെട്ടെന്നാണ് 12 മണിയുടെ ശബ്ദം മുഴങ്ങിയത്. സിൻഡ്രല്ല വേഗം ഓടി. ഓടുന്നതിനിടയിൽ അവളുടെ ഒരു ചെരുപ്പ് ഊരി വീണു. അവൾ അത് നോക്കാതെ വീട്ടിലേക്ക് ഓടി. രാജകുമാരന് ആ ഒരു ചെരുപ്പ് കിട്ടി. രാജകുമാരൻ പ്രഖ്യാപിച്ചു, ഈ ചെരുപ്പ് ആരുടെ കാലിലാണ് പാകമാകുന്നത്, ആ പെൺകുട്ടിയെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാജാവും സൈനികരും എല്ലാ വീടുകളിലും പോയി തിരയാൻ തുടങ്ങി. ഒടുവിൽ അവർ സിൻഡ്രല്ലയുടെ വീട്ടിലുമെത്തി. സിൻഡ്രല്ലയുടെ സഹോദരിമാർ എത്ര ശ്രമിച്ചിട്ടും ചെരുപ്പ് പാകമായില്ല. ഒടുവിൽ സിൻഡ്രല്ല അതിട്ടു നോക്കി. അത് കൃത്യമായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. നിന്നെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു സുന്ദരി. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. രാജകുമാരൻ സിൻഡ്രല്ലയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. കൊട്ടാരത്തിലെത്തിയ സിൻഡ്രല്ലയും രാജാവും വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു.